11ാമത്തതാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ. ഹൈറിച്ചിന്റെ 1.5 വർഷക്കാലം പ്രതിസന്ധി ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ഉറവയ്ക്കൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ വിസ്തൃതമായി ഉണ്ടാക്കി ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വരെ, അതുപോലെ ഹൈറിച്ചിന് ഒരു ഓഫീസ് വരെ ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. ഹൈറിച്ചിന്റെ നമ്മുടെ ഫ്രീ ചെയ്യുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളോടാണ് എല്ലാവരും ചോദിക്കുന്നത്, ഇതിന്റെ അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമോ? ഇങ്ങനെ നമ്മുടെ ഹൈറിച്ച് തിരിച്ചു വരുമെന്നുള്ള വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ഞാൻ സന്തോഷത്തോട് പറയട്ടെ, നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് നമ്മുടെ നിവേദനം കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഓൺലൈനിൽ ഒരു നിവേദനം നമ്മൾ കൊടുത്തു. വകുപ്പ് മന്ത്രി പി രാജീവിന് നമ്മൾ നിവേദനം കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസഭയില് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന GR അനിൽ എന്ന് പറഞ്ഞ മന്ത്രിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും നമ്മൾ നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്കൊരു വേദി കിട്ടിയിരിക്കുകയാണ്. മലപ്പുറം മീറ്റിംഗിലൊന്ന് നമ്മളോട് പത്രസമ്മേളനം വിളിച്ചു. ഏകദേശം 5 പേരുണ്ടായിരുന്നു, 20 പത്രക്കാരുണ്ടായിരുന്നു. 3/4 മണിക്കൂർ സമയം അവിടെ അവരോട് വാഗ്വാദം നടത്തി. ഇത് മണിച്ചേനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോ എന്താണ് മണിച്ചേന്ന് ചോദിച്ചപ്പോ ഒരു ഉത്തരം. അപ്പൊ നമ്മുടെ കമ്പനി എന്താ ചെയ്തിരുന്ന എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോ അവര് വളരെ രീതിയിലൊക്കെ എഴുതിയെടുത്തെങ്കിലും ഒരു പത്രത്തിലും അത് വന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢ ലക്ഷ്യം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. കാരണം നമ്മുടെ ഭാഗം എന്ത് പറഞ്ഞാലും നമ്മളെ കേൾക്കാനോ നമ്മളെ അംഗീകരിക്കാനോ ഇവർ തയ്യാറല്ല. നമ്മൾ ഈ ഒരു യാത്ര കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു മെഗാ കുടുംബ സംഗമം നമ്മുടെ പേര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഹൈറിച്ച് കമ്മ്യൂണിറ്റി വലിയൊരു മഹാകുടുംബ സംഗമം വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത്. 10,000 മേലെ ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാം ആണെങ്കിൽ പല അധികാരികളെയും കണ്ണു തുറപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുള്ളൊക്കെ ഒരു യാത്രയാണ് ഈ നമ്മുടെ യാത്ര. കഷ്ടപ്പാടുകളും പട്ടിണിയും പ്രാരാബ്ധത്തിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നറിയാം. പക്ഷെ നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനി കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിച്ച ഒരുപാട് പ്രൊജക്ടുകൾ ഉള്ള കമ്പനിയായിരുന്നു. നമുക്കൊക്കെ അതിന്റെ നല്ല സാധ്യതകളും നല്ല വരുമാനവും ഒക്കെ തന്ന ഒരു കമ്പനിയെ സാധാരണ രീതിയിൽ ആ കമ്പനിയിൽ അംഗങ്ങളായവർക്കാണ് കമ്പനിയോട് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. 14 ലക്ഷത്തോളം അംഗങ്ങളെ ഒരേമാതിരി തൃപ്തിപ്പെടുത്തി പോകാൻ ഒരു മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ലോകത്ത് ഹൈറിച്ച് ഷോപ്പി മാത്രമേ ഉള്ളൂ. നമ്മളെ കമ്പനി തിരിച്ചു വന്നാൽ നമ്മൾക്ക് തരാനുള്ള എല്ലാ പൈസയും തരാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് തിരിച്ചു വന്നേ പറ്റൂ എന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ചത്? അതല്ലെങ്കിൽ ഈ ഒരു സംഗതി നമ്മളെ ഈ പ്രൊജക്റ്റിൽ പറ്റൂല എന്ന് ആ ഭാഗം നമ്മളോട് ചൂണ്ടിക്കാട്ടി പറയണം. അപ്പൊ ആ ഭാഗം വേണ്ട, നിങ്ങൾക്ക് അത് മാറ്റി നിർത്തിയിട്ട് വരണം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പൈസക്ക് കമ്പനി കൃത്യമായിട്ട് നമുക്ക് പർച്ചേസിന്റെ കൺസൈൻമെന്റ് അഡ്വാൻസ് കൂപ്പൺ നമുക്ക് തന്നിട്ടില്ലേ? ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റണം. ഞങ്ങൾക്ക് റെഡി കൂപ്പൺ ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് അരിയും പഞ്ചസാരയും വാങ്ങാനെങ്കിലും അവസരം തരണം. കേസിട്ട് കമ്പനി മുന്നോട്ട് പോട്ടെ. അങ്ങനെയുള്ള പല പല ആവശ്യങ്ങളും നമുക്ക് ആവശ്യപ്പെടാം, ഓരോരും ആവശ്യപ്പെടാം. ചിലപ്പോൾ വേറെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗെങ്കിലും തുറന്നു കിട്ടിയാൽ മറ്റുള്ള 10,000 OTT ഒക്കെ കമ്പനി കേസുമായിട്ട് തീരുമാനമാവുന്നത് വരെ പോയിക്കോട്ടെ. ഞങ്ങൾക്ക് ഉള്ള ഉൽപ്പന്നം വിൽക്കലും അത് വാങ്ങലും മറ്റുള്ളവർക്ക് ഒഴിപ്പിച്ചു കൊടുക്കലും ഫസ്റ്റ് പർച്ചേസ് ചെയ്യലും ഈ വക കാര്യങ്ങളെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവാം. തരാമെന്ന് പറഞ്ഞ എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞത് ഒന്നും തരാനില്ല. നല്ല രീതിയിൽ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. അതിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർക്ക് 2023 ഡിസംബർ മാസം 7-ാം തീയതി ഇടുത്തി പോലെ വലിയൊരു പേമാരി പോലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അന്ന് വൈകിട്ട് എല്ലാവർക്കും ഒരു ശ്വാസം മുട്ടൽ തോന്നിയിട്ടുണ്ടാവും. കാരണം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്ന് ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് എന്ന് തുറന്നു കിട്ടും? ഞങ്ങളുടെ പൈസ ഇനി എന്ന് കിട്ടും? നമുക്ക്
നെഗറ്റീവ് കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കേസിന്റെ സമയത്താണ് നമുക്ക് വന്നത്. ഈ കേസ് ക്രമാതീതമായി നീണ്ടു പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് അറിയിക്കണം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എവിടെയൊക്കെ എത്തിക്കണം അവിടെയൊക്കെ എത്തിക്കണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. അല്ലാതെ കോടികളുടെ തട്ടിപ്പ് നടത്താൻ വാരിസാറിനും കൂട്ടിരിക്കും അർമാദിക്ക് ഉല്ലസിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചതെന്ന് പലരും പുറത്തേക്ക് പറഞ്ഞു. ഒരു ചായ വരെ നേരെ നിന്ന് വില പുറത്തേക്ക് പോയി കഴിഞ്ഞ് കുടിക്കാൻ ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, പാവപ്പെട്ടവരുടെ 200 രൂപ വെച്ച് നിങ്ങൾ എങ്ങനെ തരണേന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്, നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. ഒരാളും ഇതിൽ വലിയ ലീഡർമാരില്ലല്ലോ, എല്ലാവരും സാധാരണക്കാരനോട് നിൽക്കണവര്. പ്രതിസന്ധി വന്നാലും നമ്മൾ കൂടെ നിൽക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ പോലെ, ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ പോലെ, ഇവിടെ പല ജാതിയിലും പല മതത്തിലുള്ള ആൾക്കാരും പല വിശ്വാസമുള്ള ആൾക്കാരുണ്ട് അല്ലെ. എല്ലാവരുടെ കയ്യിൽ ഓടുന്ന ചോരന്റെ രക്തം എന്ന് പറയുന്നത് ഒറ്റ കളറുള്ളൂ, ചോപ്പാണ്. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിശ്വാസം ഇന്നും ഇപ്പോഴും വിശ്വസിക്കുന്നു, ചെറുപ്പത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇതില് HROTD മായുള്ള ഒരു പരിപാടി എല്ലാവരും കേട്ടുന്നോ? ഷൂട്ടിംഗ് കഴിഞ്ഞാണ്, അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അറിയോ? ഈ മായയുടെ പരിപാടി ഇത് മുന്നേ വർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മനോരമ ചാനലാണ്. നമ്മുടെ ഒരു പരിപാടി ഒരു കാരണവശാലും ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ചില ആൾക്കാരുടെ അജണ്ടയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന കേട്ടോ, എനിക്ക് തോന്നിയതാണ്. അപ്പൊ ഇനി നമ്മൾ ജനങ്ങൾ രംഗത്ത് ഇറങ്ങുകയാണ്. നമ്മുടെ സൊസൈറ്റിയിലൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ഈ സൊസൈറ്റിയിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പോകാം എന്നാണ് എനിക്ക് വൈകിയ വിലങ്ങളിൽ എല്ലാവരോടും പറയാനുള്ളത്. ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട. പക്ഷെ നമ്മുടെ കമ്പനി തിരിച്ചു വന്നിരിക്കും, അത് യാതൊരു സംശയവുമില്ല. നമ്മൾ കൊണ്ടുവന്നിരിക്കും. കാരണം വെച്ചാൽ ഞങ്ങൾ അതുപോലെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈറേഞ്ച് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും നിങ്ങളൊപ്പം ഉണ്ടാവണം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇത്രയും കാലയളവിന് ശേഷം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ആ സ്പ്രെഡ്, അതിന്റെ ആ തിക്നെസ് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് അല്ലെ. പലരും എന്റെ ടീമിൽ നല്ലപോലെ ആളുകൾ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഓരോ ജില്ലയിലും ഇത്രയും ആളുകളെ കൂട്ടാൻ ഒരൊറ്റ കമ്മ്യൂണിറ്റി നമ്മൾ ഹയർച്ച് മാത്രമാണ്. ഇത് നമ്മുടെ ജീവന്റെ വിലയാണ്. ഏതായാലും നല്ല സന്തോഷമാണ്. നമ്മളെ ഇതുപോലെ ഒരു വർഷം മുമ്പ് ഞാൻ പല നേതാക്കന്മാരോട് പറഞ്ഞാണ്, ലീഡർമാരോട്, നമുക്ക് ഇതൊരു സംഭവം വേണം, എന്നാലേ പറ്റുള്ളൂ. ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും, അത് വേണ്ട. അതായത് നമ്മൾ ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് ഏറ്റവും സന്തോഷകരമാണ്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞവരെ ഭാരവാഹി പറഞ്ഞത് അതേ കൂട്ടായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇതെല്ലാം ഒരേ സ്വഭാവക്കാരാണ്. കാര്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണിത്. ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറും. കേരളത്തിലെ ഏറ്റവും വലിയൊരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറും.